ഈവനിങ് ഓൾ. നമ്മൾ നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് ഇപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലെ, സുസ്ഥിരമായ വികസനത്തിന് നമുക്ക് ആർജിച്ചെടുക്കേണ്ട മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ഇന്ത്യയിലുള്ള സാംസ്കാരികപരമായ വൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നമ്മുടെ ദേശീയ തലത്തിൽ നിന്നുള്ള കുറച്ച് ചർച്ചകളായിരുന്നു കഴിഞ്ഞത്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഒരു സുസ്ഥിരമായൊരു വികസനം, ഒരു ആഗോള തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആവണം അതിനെ നേടിയെടുക്കാൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നേടിയെടുക്കാൻ നമ്മൾ ആർജിച്ചെടുക്കേണ്ട, കരഗതമാക്കേണ്ട വാല്യൂസ്, എന്തൊക്കെ മൂല്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കോർ ചർച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന വേൾഡ് കമ്മീഷൻ ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ, എന്ന ടൈറ്റിൽ 1987 നടന്ന കോൺവക്കേഷനിലെ റിപ്പോർട്ട് പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഈ റിപ്പോർട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസരത്തെ കളയാതെ നിലവിൽ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിപ്പിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ്, പുരോഗതിയെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ആളുകൾക്കും ഇനി വരാൻ പോകുന്ന തലമുറക്കും അനുയോജ്യമായ രീതിയിൽ, രണ്ടുപേർക്കും വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴും പ്രകൃതിക്ക് ദ്രോഹം നൽകാതിരിക്കുക എന്നതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു ആശയത്തിൽ പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട ഐഡിയാസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന്, മീറ്റിംഗ് പ്രസൻറ്റ് നീഡ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആവശ്യങ്ങളെ, നിലവിലുള്ള സമുദായത്തിൻ്റെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ ജനറേഷൻ്റെ ആവശ്യങ്ങളെ കരസ്ഥമാക്കാൻ സഹായിക്കുന്നതായിരിക്കണം. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ഫ്യൂച്ചർ ജനറേഷൻസ്, ഇനി വരുന്ന തലമുറയെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന സാധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക കാലത്ത് ഒരുപാട് വികസനങ്ങൾ, അതേപോലെ മുന്നേറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ കൃഷിരംഗത്തടക്കം വലിയ വൻതോതിലുള്ള കൃഷികളുണ്ടായി. അതേപോലെ തന്നെ വ്യവസായവൽക്കരണമാണെങ്കിലും വളരെ പെട്ടെന്ന് എല്ലാ മേഖലയും വ്യവസായവൽക്കരിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, വിവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എനർജികൾ, ഫോസിൽ ഫ്യൂലുകളാവട്ടെ, മറ്റുള്ള ഈ റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരുപാട് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജികളുടെ ഉപയോഗമൊക്കെ കൂടി. അങ്ങനെ കൂടിയതോടെ തന്നെ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നിലവിലുള്ള സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ അനിയന്ത്രിതമായ കൃഷി, അതേപോലെ തന്നെ വളരെ ദ്രുതഗതിയിലുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ള വ്യവസായവൽക്കരണം, അതേപോലെ തന്നെ നമുക്ക് റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത എനർജികളുടെ അമിതമായ ഉപയോഗം, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക്, അതേപോലെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിനൊക്കെ വലിയ രീതിയിലുള്ള അപകടം അല്ലെങ്കിൽ ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. നമുക്കറിയാം, പ്രകൃതി ഡീഗ്രേഡേഷൻ, അതിൻ്റെ ക്വാളിറ്റി നശിച്ചു. അതേപോലെ തന്നെ ഒരുപാട് കാടുകൾ നികത്തപ്പെട്ടു, ഒരുപാട് ജീവജാലങ്ങൾ എന്ത് ചെയ്തു, ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയി. നമ്മുടെ വെള്ളം ഒരുപാട് മലിനമാക്കപ്പെട്ടു. അതൊക്കെയും ഈ തരത്തിൽ ഒരു രീതിക്കുമുള്ള നമ്മൾ കൃത്യമായി സുതാര്യമല്ലാത്ത രീതിയിലുള്ള നമ്മുടെ ഈ വികസനത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനത്തെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൃഷിഭൂമികൾ, അതേപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ ഈ പ്രകൃതിയുടെ ഒരു എക്കോസിസ്റ്റം, അതൊക്കെയും എന്ത് ചെയ്തു, ഇത് കാരണം നശിക്കുകയും നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റി വലിയ രീതിയിൽ അത് കാരണം ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജൈവ വൈവിധ്യങ്ങളിൽ ഒരുപാട് നമ്മുടെ ജീവിത വ്യവസ്ഥയ്ക്ക് കുറേ നഷ്ടം സംഭവിച്ചു എന്നതിനപ്പുറം ഇതൊക്കെ കാരണം നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് ധ്രുവീകരണങ്ങൾ നടന്നു. അതേപോലെ തന്നെ അസഹിഷ്ണുത വളർന്നു വന്നു, കലഹങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉയർന്നു വന്നു. അപ്പം അത് കാരണം ഈ ബയോഡൈവേഴ്സിറ്റിയിൽ, ജൈവ വൈവിധ്യത്തിൽ ഒരുപാട് തകർച്ച സംഭവിച്ച പോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ, നമ്മുടെ
സാംസ്കാരിക വൈവിധ്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലേ, നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്ന ധ്രുവീകരണ പ്രവർത്തനങ്ങൾ കാരണം, അസഹിഷ്ണുത കാരണം, ഓരോ സമുദായങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുകൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഡെവലപ്മെന്റിന്റെ വലിയൊരളവും അനുഭവിക്കുന്നത് കുറച്ച് വളരെ തുച്ഛം വരുന്ന കുറച്ച് പവർഫുൾ ആയിട്ടുള്ള അധികാരങ്ങളൊക്കെയുള്ള ഒരു കുറഞ്ഞ പ്രിവിലേജ് ഒക്കെ അനുഭവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒക്കെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളും അരികൊലിക്കരിക്കപ്പെട്ട് ഈ വികസനത്തിന്റെ ഒന്നും ഗുണം ലഭിക്കാതെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അത് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഏതായാലും ഈ തരത്തിലുള്ള ഈ ഒരു അസമത ഈ അണീക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ കൃത്യമല്ലാത്ത രീതിയിലുള്ള ഒരു വിഭജനമാണ് അല്ലെങ്കിൽ വിതരണമാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്, നമ്മുടെ പ്രകൃതിയെ ബലി കഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ നീതിക്ക് വിഘാതമാവുന്ന തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ അതൊന്നും എന്തില്ല, കുറേ കാലം നിലനിൽക്കാൻ സാധിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം ലോകത്ത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ, ഒരു ഗ്ലോബൽ റിയലൈസേഷൻ. നമ്മുടെ ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും ഇപ്പോൾ ഇന്നൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യകുലം മൊത്തം ഒരു വളരെ പ്രകൃതിപരമായിട്ടുള്ള വലിയ പ്രതിസന്ധിയുടെ അറ്റത്തായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പുതിയ തലമുറക്ക്, വരും തലമുറക്ക് ജീവിക്കാൻ യോഗ്യമല്ലാത്തൊരു ഭൂമിയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റി, സുതാര്യത, അത് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പുറത്തിറക്കിയ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോളായി പോലും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കപ്പെടുന്നുണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഇപ്പോഴത്തെ പേര് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നാണ് അല്ലെ, SDG എന്നറിയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു തിരിച്ചറിവ് നിന്നാണ് എന്ത് ചെയ്തത്, നമ്മുടെ UN, നമ്മുടെ ആഗോള സംഘടന എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ പോലും പ്രകൃതി സംരക്ഷണം ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കാനും അതിനെ ഉയർത്തിക്കാട്ടാനൊക്കെയുള്ള കാരണം. ഏതായാലും 1992 നടന്ന എർത്ത് സമ്മിറ്റ് ഇല്ലേ, ഭൗമ ഉച്ചകോടി മുതലാണ് എന്ത് ചെയ്തത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഈ ഒരു കോൺസെപ്റ്റിലേക്ക്, ഈ ഒരു ആശയത്തിലേക്ക് വലിയ പ്രചാരം ലഭിച്ചത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് പട്ടിണി, അതേപോലെ തന്നെ ലിംഗസമത്വം, മനുഷ്യാവകാശങ്ങൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, ആരോഗ്യ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ മനുഷ്യൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇതൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തരമായ ആശയമാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ആശയത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനൊരു 3 തലങ്ങൾ അല്ലെങ്കിൽ അതിനൊരു 3 പില്ലറുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മുടെ പ്രകൃതിയുടെ സുസ്ഥിരത എന്ന് പറയുന്നത് ഇല്ലേ. പ്രകൃതിക്ക് ഒരു അപകടവും പറ്റാതെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ. രണ്ടാമത്തെ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ആശയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ്. സുസ്ഥിരമായ സാമ്പത്തിക വികസനവും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ടൊരു ആശയമാണ്, അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മൂന്നാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇല്ലേ, സുസ്ഥിരമായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വികസനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 തലങ്ങൾ ചേർന്നിട്ട് ഒരു ആശയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാമ്പത്തികമായ സുസ്ഥിര വികസനം, അതേപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള സുസ്ഥിര വികസനം, അതേപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള സുസ്ഥിര വികസനം എന്നിങ്ങനെ 3 പില്ലർ ചേർന്നിട്ടാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഈ മഹത്തരമായ ഒരു ആശയം നിലനിൽക്കുന്നത്. ഈ 3 പില്ലറുകളും ഈ 3 തൂണുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നതും പരസ്പരം ശക്തി പകരുന്നതായിട്ടുള്ള ആശയങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ജനങ്ങളെ ശാക്തീകരിക്കുന്ന കൂടെ തന്നെ അല്ലെങ്കിൽ ഈ അരികുവൽക്കരണങ്ങളെ തുളച്ചു നിൽക്കുന്ന കൂടെ തന്നെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നു മാത്രമല്ല, ഈ ഒരു പ്രകൃതിയെ ശാക്തീകരിക്കലും മനുഷ്യനെ ശാക്തീകരിക്കലും, ഇത് രണ്ടും, മനുഷ്യനെ ശാക്തീകരിക്കുമ്പോൾ പ്രകൃതിക്ക്
എന്ത് ചെയ്യാൻ പാടില്ല, കോട്ടം സംഭവിക്കാൻ പാടില്ല. പ്രകൃതിയെ സംരക്ഷിച്ച് മാത്രം ഇരുന്നിട്ട് മനുഷ്യന്റെ വികസനത്തിന് കോട്ടം തട്ടാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ആയി പോകുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന പ്രക്രിയക്ക്, എഡ്യൂക്കേഷനൊക്കെ വലിയതായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ മനുഷ്യന്റെ ഈ സന്തോഷത്തെ അധികവും വെറും സമ്പത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോട് ബന്ധപ്പെടുത്തി മാത്രമായിരുന്നു മനുഷ്യന്റെ സന്തോഷത്തെ വിശകലനം ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ നിരീക്ഷിച്ചിരുന്നത്. തികച്ചും വെറും മനുഷ്യർക്ക് മാത്രം പ്രാധാന്യമുള്ള, പ്രകൃതിക്കോ മറ്റു ജീവജാലങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത ആന്ത്രോപ്രോസെൻട്രിക് അല്ലെ, മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് വളരെ തെറ്റാണ്, അപകടകരമാണ് എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. കാരണം ഈ ഒരു മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നായിരുന്നു ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചൊരാശയം. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ എക്കോസിസ്റ്റത്തിനും വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സസ്റ്റൈനബിലിറ്റി പേഴ്സ്പെക്റ്റീവ് അല്ലേ, ഈ ആന്ത്രോപോസെൻട്രിക് മാറിയിട്ട് നിലവിൽ നമ്മൾ സ്വീകരിച്ചു വരുന്ന സസ്റ്റൈനബിലിറ്റി പേഴ്സ്പെക്റ്റീവ് അല്ലെ, സുസ്ഥിരമായ ഒരു കാഴ്ചപ്പാട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ്റെ ശാക്തീകരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ മനുഷ്യനെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ, അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ എവല്യൂഷൻ, സാംസ്കാരികപരമായിട്ടുള്ള എവല്യൂഷനുകളെ ഇതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ പരിഗണിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ കൃത്യമായിട്ട് സംരക്ഷിക്കണമെന്നും വരും തലമുറയിലേക്ക് തുടർച്ചയായി കൈമാറ്റം ചെയ്യപ്പെടണമെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ സസ്റ്റൈനബിലിറ്റി പെർസ്പെക്റ്റീവ് നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പ്രകൃതി, നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ ഈ എൻവിറോൺമെൻറ്റിനോട് ഒരു ആദരവ് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഈ സസ്റ്റൈനബിലിറ്റി എന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോകത്തുള്ള, നമ്മുടെ ഈ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെയും അവകാശമുണ്ട്, ഈ ഭൂമിക്ക് നിലനിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു മഹത്തരമായ ആശയമാണ് എന്ത് ചെയ്യുന്നത്, ഇത് വിളിച്ചോതുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചർ ഷുഡ് ബി വ്യൂഡ് ആസ് എ ലൈഫ് സ്പേസ് ഓൺ വിച്ച് ഹ്യൂമൻ സർവൈവൽ ഡിപ്പെൻഡ്സ് റാദർ ദാൻ ആസ് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, പ്രകൃതിയെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള, നമുക്കെല്ലാം കൊള്ളയടിക്കാനുള്ള ഒരു നമ്മുടെ റിസോഴ്സുകളുടെ ഒരു സോഴ്സായി മാത്രമല്ല ഈ പ്രകൃതിയെ കാണേണ്ടത്, മറിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട്, മനുഷ്യൻ്റെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ളൊരു സ്പേസ് മാത്രമാണ് ഈ ഭൂമി. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ റിസോഴ്സുകൾ അനിയന്ത്രിതമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സോഴ്സ് അല്ല ഈ ഭൂമി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനുഷ്യൻ്റെ സിസ്റ്റങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതേ ഒരു തുല്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും പെരുമാറാൻ, അല്ലെ, മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളുടെയോ വർഗത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ പൊളിറ്റിക്കൽ കൺവിക്ഷൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറണമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ സസ്റ്റൈനബിലിറ്റി പെർസ്പെക്റ്റീവ് നമ്മോട് പറയുന്നുണ്ട്. ഇതിൽ നമ്മുടെ വരും തലമുറയോടുള്ള ഒരു കരുതലും കൂടി ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂച്ചർ സിസ്റ്റംസിനോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കണമെന്ന് ഈ ഒരു കാഴ്ചപ്പാട് വിളിച്ചു പറയുമ്പോൾ നമ്മൾ നമ്മുടെ വരും തലമുറയോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലേ. വരും തലമുറയോടുള്ള, അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളോടുള്ള, എക്കോസിസ്റ്റത്തോടുള്ള നമ്മുടെ റെസ്പെക്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് ചെയ്യുന്നുണ്ട്, ഇത് നമ്മോട് വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ ഇക്വിറ്റി, അതേപോലെ ജസ്റ്റിസ്, നീതിബോധം, അതേപോലെ തന്നെ ഇൻ്റർ ജനറേഷണൽ കൺസേൺ, നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ വരും തലമുറയെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്ന ഇൻ്റർ ജനറേഷണൽ കൺസേൺ എന്നുള്ള ഒരു ആശയം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മഹത്തരമായ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ഒരു വാല്യൂസ്, ഈ ഒരു മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഈ ആശയം നിലകൊള്ളുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും ഈ ഒരു വാല്യൂസിനെ, അഥവാ മനുഷ്യർക്ക് ഉത്തരവാദിത്വ ബോധം പകർന്നു കൊടുക്കുക, അതേപോലെ തന്നെ ഇക്വിറ്റി എന്ന ആശയം എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കുക, അതേപോലെ തന്നെ നീതിബോധം, അതേപോലെ ഇൻ്റർ ജനറേഷണൽ കൺസേൺ, ഇത്തരത്തിലുള്ള വാല്യൂസിനെ നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിയതായ പങ്കുണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ വിദ്യാഭ്യാസം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളെ കൈമാറുന്നതിൽ എങ്ങനെ പങ്കുവഹിക്കുന്നു എന്നാണ് അടുത്തൊരു ഹെഡിങ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം
നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മളിപ്പോൾ കുറേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് വിശദീകരിച്ചു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രകൃതി സംരക്ഷണമല്ല, മറിച്ച് പട്ടിണി തുടച്ചു നീക്കണമെന്ന്, മനുഷ്യർക്കിടയിൽ ഈക്വാലിറ്റി ഉണ്ടാവണമെന്ന്, ലിംഗസമത്വം ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ആശയമാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, ഇതൊരു വെറും ഒരു ആശയമാക്കാതെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് പറയേണ്ടി വരുമെന്നർത്ഥം. നമുക്കറിയാം അജണ്ട 21 അറിയപ്പെടുന്ന ഈ ഒരു അജണ്ടയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് നാഷൻസിന്റെ എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട കോൺവെക്കേഷനിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനെയാണ് നമ്മൾ അജണ്ട 21 എന്ന് വിളിക്കുന്നത്. ഈ അജണ്ട 21 പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേടിയെടുക്കാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാർഗമാണ് എഡ്യൂക്കേഷൻ എന്നാണ് അജണ്ട 21 എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല നമ്മുടെ UN 2005 മുതൽ 2014 വരെയുള്ള 10 വർഷങ്ങളെ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഡിക്കേഡായിട്ട് ദശവർഷങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശ്രമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വഹിക്കേണ്ടത് യുവാക്കളും കുട്ടികളുമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഭൂമിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അനന്തരമായി കൈമാറി പോവേണ്ട ആൾക്കാർ ഇവരായതുകൊണ്ട് തന്നെ യുവാക്കളും കുട്ടികളുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കേണ്ട ആളുകളെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പറഞ്ഞു വെക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ദെയർഫോർ പ്രിപ്പയർസ് ദം ടു ബിക്കം റെസ്പോൺസിബിൾ ആർക്കിടെക്ട്സ് ഓഫ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഈ പറയപ്പെടുന്ന യുവതലമുറയെയും കുട്ടികളെയും ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പ്രാപ്തരായ ആളുകളാക്കി അവരെ മാറ്റുന്നത് വിദ്യാഭ്യാസമാണെന്ന് പറയേണ്ടി വരും. ഈ അജണ്ട 21 മുഖവുരയിൽ പ്രിയാമ്പിളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു അജണ്ട 21 എന്ന ഈ റിപ്പോർട്ടിൻ്റെ പ്രിയാമ്പിൾ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ നമ്മുടെ മനുഷ്യകുലം ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോവേർട്ടി പോലെയുള്ള, പട്ടിണി പോലെയുള്ള, അല്ലെങ്കിൽ ദാരിദ്ര്യം പോലെയുള്ള, അസമത്വം പോലെയുള്ള, അല്ലെങ്കിൽ അനാരോഗ്യം പോലെയുള്ള, നിരക്ഷരത പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു അജണ്ട 21 പ്രിയാമ്പിൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റിംഗ് എൻവിറോൺമെൻ്റൽ ആൻഡ് ഡെവലപ്മെൻ്റൽ കൺസേൺ ക്യാൻ ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊട്ടക്ട് എക്കോസിസ്റ്റം. നമ്മുടെ എൻവിറോൺമെൻ്റൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട കൺസേണുകളെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കൺസേണുകളെയും വികസനവുമായി ബന്ധപ്പെട്ട കൺസേണുകളെയും രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ കഴിയുന്നതും എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കാൻ കഴിയുന്നതുമെന്നും അജണ്ട 21 പ്രിയാമ്പിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വികസനപരമായിട്ടുള്ള കൺസേണുകളും എൻവിറോൺമെൻ്റൽ കൺസേണുകളും പരിഹരിച്ച് കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു രാജ്യം മാത്രം മുൻകൈ എടുത്താൽ മതിയാവുകയില്ല. അതിന് ആഗോളതലത്തിലുള്ള സഹകരണങ്ങൾ ഇല്ലേ, ഗ്ലോബൽ കോർപ്പറേഷനുകൾ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിക്കും വലിയ റോൾ പങ്കുവഹിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം, എൻവിറോൺമെൻ്റൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻവിറോൺമെൻ്റൽ എഡ്യൂക്കേഷൻ പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനുകളെക്കാൾക്കപ്പുറം ഈ ഒരു എൻവിറോൺമെൻ്റൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്നർത്ഥം. കാരണം ഈ എൻവിറോൺമെൻ്റൽ പ്രശ്നങ്ങൾക്ക് വെറും സയൻറ്റിഫിക്കലായിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കുറേ സൊല്യൂഷൻ്റെ അപ്പുറം അതൊരു നമ്മുടെ ധാർമ്മികപരമായിട്ടുള്ള വശങ്ങൾ കൂടി ആ പ്രശ്നങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം എൻവിറോൺമെൻ്റൽ എഡ്യൂക്കേഷനും എന്താണ് വലിയ രീതിയിൽ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. The environment is indivisible and shared by all living beings, and solutions require a change in human attitudes and development of ecological ethics. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് മുറിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർ മുറിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇൻഡിവിസിബിൾ ആണത്. അത് നമ്മളെല്ലാവരും കൂടി എന്നാൽ വസിക്കാനുള്ള ഇടമായത് കൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡുകളിൽ, സ്വഭാവങ്ങളിലും പെരുമാറ്റത്തിലും എന്ത് ചെയ്യണം, കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരലും അതേപോലെ തന്നെ
എക്കോളജിക്കൽ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള കുറേ ധർമ്മങ്ങൾ ഉണ്ടാക്കിയെടുക്കലും അനിവാര്യമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഈ വിദ്യാഭ്യാസത്തിന് വലിയ സ്കോപ്പ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ വ്യത്യസ്ത ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു വലിയ സ്കോപ്പും ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയും ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതിന് 3 പില്ലർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് സൊസൈറ്റി, എൻവിറോൺമെൻറ്റ്, എക്കോണമി, സാമ്പത്തികം, സമുദായം, പ്രകൃതി എന്നീ 3 തലങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ എന്തുള്ളത് സസ്റ്റൈനബിലിറ്റി എന്ന ആശയം നിലനിൽക്കുന്നത്. ഈ ഒരു 3 പില്ലറിനെയും എന്ത് ചെയ്യേണ്ട, ശക്തിപ്പെടുത്തുന്നതും എന്താണ്, ഈ ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു വിദ്യാഭ്യാസമാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക്, പഠിതാക്കൾക്ക് പോവർട്ടി പോലെയുള്ള, ഇനീക്വാലിറ്റി പോലെയുള്ള, മാർജിനലൈസേഷൻ, അരികുവൽക്കരണം പോലെയുള്ള, അതേപോലെ തന്നെ പ്രകൃതി ചൂഷണങ്ങൾ പോലെയുള്ള, നമ്മുടെ ജനസംഖ്യാ വർധനവ് പോലെയുള്ള, നാഗരികവൽക്കരണം പോലെയുള്ള, അസഹിഷ്ണുത പോലെയുള്ള കാര്യങ്ങളെ പരിഹരിക്കാനും അതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിലൂടെ മാത്രമേ നമുക്ക് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ളൊരു നേച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും എങ്ങനെയാണ് ഈ ഒരു വാല്യൂസിനെ കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ എന്നതാണ് അടുത്തൊരു ചർച്ച. നമ്മളിപ്പോൾ ഇത്രയേറെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു പ്രകൃതിയെ കുറിച്ചുള്ള ഒരു കൺസേൺ ഉള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് അതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ ഇൻ്റർ ജനറേഷണൽ കൺസേൺ ഒക്കെയുള്ള ഒരു തലമുറ, ഈ ഒരു വാല്യൂസ് ഉള്ള ഒരു തലമുറയെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂസിനെ കുട്ടികൾ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമുക്കറിയാം, ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സ്. ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് ഒരു ചുരുങ്ങിയ 1-2 ദിവസം കൊണ്ട് ആ കുട്ടികളുടെ ആ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കുറേ കാലം അല്ലെ, ലോങ് ടൈം ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ മാത്രമേ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കുട്ടികളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ലോങ് ടൈം പ്രോസസ്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് കാലം എടുക്കുമെന്നതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യണം, ഏർലി ചൈൽഡ്ഹുഡിൽ, ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ നൽകപ്പെടണം. അപ്പോഴാണ് അവരുടെ പേഴ്സണാലിറ്റിയിൽ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. നമുക്കറിയാം, കുട്ടികളെ എന്ത് ചെയ്യുന്നത്, അവരുടെ ഈ ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്ന വലിയൊരു കാലഘട്ടം ചിലവഴിക്കുന്നത് സ്കൂളുകളിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസിന് കീഴിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ സ്കൂളുകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഉപബോധ മനസ്സിലൂടെ, അവരുടെ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് മെത്തേഡുകളിലൂടെ, റീഇൻഫോഴ്സ്മെൻറ്റ് മെത്തേഡിലൂടെ, അതേപോലെ തന്നെ മോഡലിംഗ് മെത്തേഡിലൂടെ, ഇതൊക്കെ നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള രീതികളാണ് അല്ലേ. നല്ലത് ചെയ്യുമ്പോൾ റിവാർഡ് കൊടുക്കുക, ചീത്ത ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ അവനോട് വീണ്ടും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവനക്ക് എന്ത് ചെയ്യുക, മാതൃകകൾ കാണിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ മോഡലിങ്ങിലൂടെ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ പണിഷ്മെൻറ്റും റിവാർഡും നൽകിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ ഈ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ, അവർക്ക് അറിയാതെ തന്നെ അവരിലേക്ക് ഈ വാല്യൂസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ, അവരിലേക്ക് കൈമാറാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും എന്നർത്ഥം. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം അവരെ പഠിപ്പിക്കാനും അറിയിക്കാനും വേണ്ടിയുള്ളതാവരുത്. മറിച്ച് അതെന്ത് ചെയ്യണം, ഇതിനൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വാല്യൂകളെ, മൂല്യങ്ങളെ, അതേപോലെ തന്നെ ഇതിനൊക്കെ ഈ ഒരു വെല്ലുവിളി നേരിടാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെന്ത് ചെയ്യണം, സഹായിക്കണം. അവരിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ അവരെ സഹായിക്കണം. അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കണം എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു
റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിൽഡ്രൻ മസ്റ്റ് ബി എൻകറേജ്ഡ് ടു തിങ്ക്, റിഫ്ലക്ട്, ഡിസ്കസ്, ഡിബേറ്റ് ആൻഡ് ആക്ട് റാദർ ദാൻ പാസീവ്ലി റിസീവ് ഇൻഫർമേഷൻ. അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കേട്ട് വെറും കുറച്ച് വിവരങ്ങൾ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനപ്പുറം, അത് മനസ്സിലാക്കി കുറേ വിവരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ അപ്പുറം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ചിന്തിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും ചർച്ചകൾ ചെയ്യാനും സംവാദങ്ങൾ നടത്താനൊക്കെ അവരെന്ത് ചെയ്യണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിനുവേണ്ടി എൻകറേജ് ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ചേഞ്ച് ലേസ് വിത്ത് അസ് ആൻഡ് നോട്ട് വിത്ത് സമ്മൺ എൽസ്. അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു തോന്നലുണ്ടാവണം, ഇല്ലേ, ഈ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അത് നമ്മൾക്കുള്ളിലാണ് നടക്കുന്നത്, അല്ലാതെ മാറ്റം കൊണ്ടുവരേണ്ടത് മറ്റാരുടെയോ ഉത്തരവാദിത്തമല്ല എന്ന് എന്ത് ചെയ്യണം, ആ കുട്ടികൾക്കൊരു മനസ്സിലാക്കാൻ സാധിക്കണം, അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്ത് നേരിട്ട് പങ്കെടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ ഈ ഡെമോക്രാറ്റിക് കോമ്പിറ്റൻസ്, അതേപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു ഏജൻസിയുടെ ഒരേ ഒരു ടീമാണെന്നൊരു ബോധമൊക്കെ ഉണ്ടാക്കാൻ അവരിൽ സഹായിക്കും. അതേപോലെ തന്നെ പട്ടിണിയെക്കുറിച്ച്, ഇനീക്വാലിറ്റിയെക്കുറിച്ച്, കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച്, നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഡീഗ്രേഡേഷനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവയർനെസ് ഒക്കെ എന്ത് ചെയ്യാൻ പെടണം, അവർക്ക് കൃത്യമായി അതിനെ പരിഹരിക്കാനും അതിലിടപെട്ട് അതിന് മാറ്റം കൊണ്ടുവരാനുള്ള ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. ഇതിനെക്കുറിച്ച് അവയർനെസ് മാത്രം, ബോധം മാത്രം ഉണ്ടായാൽ പോരാ, ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം തന്നെ അതിനെ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാം എന്ന് അവർക്ക് പ്രാവർത്തികമാക്കാനുള്ള അവസരങ്ങൾ കൂടി എന്ത് ചെയ്യപ്പെടണം, നൽകപ്പെടണം എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക എന്നുള്ളത്, വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ therefore a process of inquiry and action on real life issues. അതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്ന വെറും മനസ്സിലാക്കി അറിവുകൾ കരസ്ഥമാക്കി വെക്കുക എന്നല്ല, മറിച്ച് അതെന്താണ്, റിയൽ ലൈഫ് ഇഷ്യൂസിനെ കുറിച്ച് ആക്ഷൻ എടുക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്ന ഒരു പ്രോസസ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെറും നോളേജ്, സ്കില്ല്, വാല്യൂസിനെ എന്ത് ചെയ്യാമെന്നതല്ല, വെറും തിയററ്റിക്കലി മനസ്സിലാക്കുന്നതല്ല, മറിച്ച് അതിനൊക്കെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ കൂടിയുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനിൽ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ലോക്കൽ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ജനങ്ങളൊക്കെ എന്ത് ചെയ്യല്, ഇതിനു വേണ്ടി പങ്കെടുപ്പിക്കല്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തം വളരെ അനിവാര്യമാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ മീഡിയാസിലൂടെ കേൾക്കുന്ന പ്രകൃതി സന്ദേശങ്ങളെ വെറും മനഃപ്പാഠമാക്കുക എന്നതിനപ്പുറം അവരുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കപ്പെടണം, ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന കൃത്യമായിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ തുടർച്ചയായി പ്രകൃതിയോട് എന്ത് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ, അതിനെ പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, കുട്ടികൾ എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രകൃതിയോട് അവർക്കൊരു കൺസേൺ, ഒരു പരിഗണന ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റേത് വെറും ക്ലാസ് റൂമുകളിൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് തിയററ്റിക്കൽ നോളജായി മാത്രം മാറും. അതിനേക്കാൾ അപ്പുറം കുട്ടികളെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുട്ടികളിൽ പ്രകൃതിയോടുള്ളൊരു സ്നേഹവും പ്രകൃതിയോടുള്ള കരുതലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്നർത്ഥം. ഈ ഒരു എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഈ ഒരു നമ്മുടെ സുസ്ഥിര വികസനത്തെക്കുറിച്ച് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, അതുപോലെ പ്രകൃതിപരമായിട്ടുള്ള, നമ്മുടെ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ അവർക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും എന്നർത്ഥം. അപ്പോൾ the effectiveness of education is ultimately reflected in the life actions of students and the impact they create in future. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസത്തിനൊക്കെ എന്തുണ്ടെങ്കിൽ ഒരു ഫലം ഉണ്ട് എങ്കിൽ അത് എവിടെ കാണുള്ളൂ, കുട്ടികൾ അത് അവരുടെ ഭാവി ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വിദ്യാഭ്യാസത്തിന് എഫക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാല്യൂ ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി ഗൈഡഡ് ബൈ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ഹൈലൈറ്റഡ് ഇൻ ദ ഡെലറോസ് റിപ്പോർട്ട്. എന്താണ് കുട്ടികളുള്ള ഈ വിദ്യാഭ്യാസം, വാല്യൂ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യണം,
അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പില്ലറുകളും എന്ത് ചെയ്യപ്പെടണം, അതിൽ ഉണ്ടായിരിക്കും പറഞ്ഞ അല്ലെങ്കിൽ അജണ്ട 21 മുന്നോട്ട് വെക്കുന്ന ആ 4 പില്ലറുകളും പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം വേണ്ടത് നമ്മുടെ കുട്ടികളുടെ വാല്യൂ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? ഷുഡ് ലേൺ ടു നോ ബൈ ഡെവലപ്പിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് എബിലിറ്റീസ്. കുട്ടികൾ മനസ്സിലാക്കിയെടുക്കണം ഓരോ കാര്യം, ലൈഫ് എബിലിറ്റീസ് എന്ത് ചെയ്യണം, അവർ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നർത്ഥം. ഇതായാലും നമുക്ക് ഇന്നത്തെ ഒരു പോർഷൻ ആരുമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. താങ്ക് യു ഓൾ.